126 റേഷൻ കടകൾ മാർച്ച് മാസത്തിന് മുൻപ് കേസ് സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുവിതരണ രംഗത്ത് കേന്ദ്ര സർക്കാർ കേരളത്തിന് അർഹമായ പരിഗണന നൽകുന്നില്ലെന്നും കേന്ദ്രവിഹിതം നിരന്തരം വെട്ടിക്കുറയ്ക്കുന്ന അവസ്ഥയാണെന്നും മന്ത്രി ജി ആർ അനിൽ. സംസ്ഥാനത്തുടനീളം 2000 റേഷൻ കടകളാണ് കേസ് സ്റ്റോറുകളായി ഉയർത്താൻ തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ 1265 കടകളാണ് കേസ് സ്റ്റോറുകളായി ഉയർത്തുന്നത്. മാർച്ച് മാസത്തോടെ ഇതിൽ 10% കേസ് സ്റ്റോറായി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന കേസ് സ്റ്റോർ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കഴിഞ്ഞ ചെറിയ നാളിനുള്ളിൽ 1,45,32,652 രൂപയുടെ ബിസിനസ് ഈ 65-100 ഇടയ്ക്കുള്ള കടകളിലൂടെ നടന്നുകൊണ്ടിരുന്നത്. എന്നാലോചിച്ച് നോക്കിയേ, 1,45,32,652 രൂപയുടെ ബിസിനസ് കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ നമ്മൾ 2 ഘട്ടങ്ങളിലായി തുടങ്ങിയ 7 മാസത്തിനുള്ളിൽ തുടങ്ങിയ കടകളിൽ ഇതിലേക്ക് എത്താൻ കഴിയും. പഴയ റേഷൻ കടകൾ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി കൂടുതൽ സൗകര്യങ്ങളും ഉൽപ്പന്നങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് കേസ് സ്റ്റോർ വഴി ചെയ്യുന്നതെന്നും കൂട്ടായ പ്രവർത്തനത്തിലൂടെ കേസ് സ്റ്റോറുകളുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ടതാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. യോഗത്തിൽ റേഷൻ വ്യാപാരികൾക്കായി സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ കോമൺ സർവീസ് സെന്റർ സംസ്ഥാന കോർഡിനേറ്റർ ജിനോ ചാക്കോ ക്ലാസുകൾ നയിച്ചു. പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ ഡോക്ടർ ഡി സജിത് ബാബു അധ്യക്ഷത വഹിച്ചു. കൺട്രോളർ ഓഫ് റേഷനിംഗ് കെ മനോജ് കുമാർ, സപ്ലൈകോ മാർക്കറ്റിംഗ് മാനേജർ ഷെൽജി ജോർജ്, ജില്ലാ സപ്ലൈ ഓഫീസർ ടി സഹീർ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ജനറൽ മാനേജർ മാർക്കസ് ബ്രിസ്റ്റോ, സിവിൽ സപ്ലൈസ് ഓഫീസ് ജീവനക്കാർ, സപ്ലൈകോ ജീവനക്കാർ, റേഷൻ വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.